ഉത്തരാഖണ്ഡിനെ പൊതുവെ 3 മേഖലയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഗഡ്വാൽ, കുമൌ, ജോൺസാരി എന്നിങ്ങനെയാണത്. 3 മേഖലയിലും 3 ഭാഷയും വേറിട്ട സംസ്കാരങ്ങളുമാണ് ഉള്ളത്. ഇതിൽ തന്നെ ഗഡ്വാലിനെയും കുമൌവിനെയും അപേക്ഷിച്ച് ജോൺസാരിയിലെ സംസ്കാരം വളരെയധികം വേറിട്ടതാണ്. ഹിമാചൽ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഉത്തരാഖണ്ഡിലെ മേഖലയിലാണ് ജോൺസാരീസ് താമസിക്കുന്നത്. പാണ്ഡവരിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിലെ സ്ത്രീകൾക്ക് ഇന്നും 5 പുരുഷന്മാരെ വരെ വിവാഹം ചെയ്യാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ സംസ്കാരത്തിൽ വിശ്വസിക്കുന്ന ഈ ആളുകൾ താമസിക്കുന്ന ഒരു ജോൺസാരി ഗ്രാമം കാണാനാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉത്തരാഖണ്ഡിലാട്ടോ ഉള്ളത്. ഒത്തിരി ദിവസങ്ങളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസോ കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ ബാക്കിൽ കാണുന്ന നദി കണ്ടോ, യമുന നദിയാട്ടോ. ഉത്തരാഖണ്ഡിലെ നമ്മളൊരു ഡെറാഡൂൺ അടുത്തുള്ളൊരു സ്ഥലത്താണുള്ളത്. ഇതിപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വ്ളോഗ് ചെയ്യുന്നത്. നമ്മൾ ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു യൂട്യൂബിൽ, അത് പലരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ കേദാർഖണ്ഡ് ട്രക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെറാഡൂണിലേക്ക് ഉത്തരാഖണ്ഡിൽ ഷിഫ്റ്റ് ചെയ്തു. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ചെറിയൊരു ട്രിപ്പായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഡെറാഡൂണിന് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ ആൾക്കാരുണ്ട്. രാവിലെ ഞങ്ങൾ ഇറങ്ങി ഇതേ കാറിൽ ഒരു ട്രിപ്പ് പോവുകയാണ്. നമ്മൾ മഞ്ഞ് വീഴുന്ന സ്ഥലത്തൊക്കെ പുല്ലൊക്കെ ഉണങ്ങി വിൻ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഈ ജാക്കറ്റ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. തണുപ്പൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വന്ന് നമ്മളിത് ഈ പാലത്തിനടി ഇവിടെ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് വെച്ച് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവർ തന്നെ കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയിലൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള 2 പേര് നമ്മുടെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ പലരും നമ്മുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ജോയിൻ ചെയ്ത് കേട്ടോ. ഒരാളെ നോക്കിയേ, അവസാനം നമ്മൾ നേപ്പാളിൽ നിന്ന് കണ്ടതാണ്. നേപ്പാളിൽ നിന്ന് ചിക്കൻ ബോക്സ് നിനക്കും വന്നു. എനിക്ക് നേപ്പാളിൽ നിന്ന് ചിക്കൻ ബോക്സ് വന്നതിൻ്റെ ഒക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടതാണ്. നമ്മൾ നേപ്പാളിൽ ട്രക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഒപ്പം കിടന്നതാണ്. എന്നിട്ട് എവിടെ പോകാനാ? ദുബായിക്ക് പോകാൻ നിൽക്കുമ്പോൾ ചിക്കൻ ബോക്സ് വന്ന് അത് ക്യാൻസലായി. അതിന്റെ പാടൊക്കെ അതേ മുഖത്തുണ്ട് കേട്ടോ ചിക്കൻ ബോക്സ് വന്നതിന്റെ. അപ്പൊ എന്നെ മറക്കത്തില്ല പെട്ടെന്നൊന്നും. നമ്മുടെ കൂട്ടത്തിൽ മൊത്തം 3 പേർക്ക് വന്നു ചിക്കൻ ബോക്സ്, ഞാനടക്കം. എന്തായാലും എനിക്ക് ആദ്യം എന്റെ ആദ്യം മാറി. ഇപ്പൊ എവിടുന്നാ വരുന്നേന്ന് പറഞ്ഞേ. അപ്പൊ മാക്ക് നമ്മുടെ കൂടെ ഒക്കെ വീഡിയോയിലും ട്രാവലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മാക്ക് നേരെ ദുബായിക്കാണ് പോയത്. ദുബായിൽ പോയി ഇപ്പോൾ ദുബായിൽ ഒരാളായി. അവിടെ എന്തോ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയൊക്കെയാണ്, വലിയ പുള്ളിയായി. ഇപ്പൊ ഒന്ന് നാട്ടിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിട്ട് വന്നതാണ്. ഉടനെ തന്നെ പോകൂലേ? ഇനിയിപ്പോ വേറെ രാജ്യങ്ങളാ. അതൊക്കെ മാക്കിന്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അതിന്റെ അപ്ഡേഷന് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ദുബായിലെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ കണ്ടു ഞാൻ. നമ്മൾ കുറെ ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടതാണ്, പല ചാനലിന്റെ കാര്യങ്ങളെല്ലാം. അപ്പൊ നമ്മള് മാക്ക് മാത്രമല്ല, മനീഷേട്ടൻ നമ്മുടെ പണ്ട് നമ്മൾ 2 കൊല്ലം മുമ്പ് നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് വരുമ്പോൾ നമ്മുടെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടാണ് മനീഷേട്ടൻ. ഇപ്രാവശ്യം മനീഷേട്ടനാണ്. നമസ്കാരം. ഒന്ന് പറഞ്ഞു, നിങ്ങൾ കുറെ നാളായി നമ്മുടെ വീഡിയോയിലൊക്കെ വന്നിട്ട്. എന്റെ പേര് മനീഷ്. അതറിയാലോ. അപ്പൊ ഞാനും ബിബിനും മാക്കോടും കൂടി കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രിപ്പിന് വന്നാണ്. ഏകദേശം നമ്മൾ 1 വർഷത്തോളമായി അല്ലേ നമ്മൾ കണ്ടിട്ട്. പക്ഷെ നമ്മൾ വ്ളോഗ് ചെയ്തിട്ട് 2 വർഷത്തോളമായി ഒരുമിച്ച് കണ്ടിട്ട്. ലാസ്റ്റ് നമ്മൾ എവറസ്റ്റ് കീഴടക്കാൻ പോയായിരുന്നു അല്ലെ, മറ്റേ ജോർജ് എവറസ്റ്റ് മുസൂരിയില്. അതെ, അത് കഴിഞ്ഞ് ഞങ്ങൾ പേഴ്സണലി ഞങ്ങൾ പലതവണ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും വ്ളോഗ് ചെയ്തിട്ടില്ല. എപ്പോഴും നല്ല കണക്ഷനിലാണ്, നല്ല കോണ്ടാക്റ്റിലാണ് ഞങ്ങളുള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങള് ഒരു വ്ളോഗ് ചെയ്യാന്ന് ഓർത്തു, ഒരു ഫുൾ ലെന്ത് വ്ളോഗ് ചെയ്യാന്ന് ഓർത്തു. കേരളീയനെ അറിയാവുന്ന പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ബിബിൻ ഒത്തിരി നാളായല്ലോ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, ഫുൾ ലെന്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നില്ല. പക്ഷെ സംഭവം ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ബിബിൻ വലിയ കമ്പനിയൊക്കെ തുടങ്ങി ഭയങ്കര ബിസി ആയി പോയി അല്ലേ. അതുകൊണ്ടാണ്. അപ്പൊ ഇന്നേക്കാളും ഞാനും ഫ്രീ ആയിരുന്നു, എനിക്കൊന്ന് അവധിയായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് മാക്ക് വന്നതിന്റെ സന്തോഷത്തില് മാക്കിന്റെ ചെലവായിട്ട് ഇന്ന് ചെറിയൊരു പരിപാടി ഔട്ടിങ്ങിന് ഞങ്ങൾ വന്നതാണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡെറാഡൂണിനും ചക്രാർത്തേക്ക് ഇടയ്ക്കുള്ള ഒരു കാൽസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചരിത്ര പ്രാധാന്യം ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് അവിടെ പോയിട്ട് പറയാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ഇത് യമുന നദി, അത് ഞാൻ പറഞ്ഞു. ഈ കാണുന്നതാണ്. കളറ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല പ്യുവർ ബ്ലൂ അല്ല, പച്ച അല്ലാത്തൊരു കളറാണ്. പക്ഷെ ഡൽഹി എത്തുമ്പോഴത്തേക്ക് മാറും. ഇത് യുപി, ഡൽഹി വേണ്ട, യുപിയിലേക്ക് കയറുമ്പോഴത്തേക്ക് മാറും. പിന്നെ ഡൽഹി വരുമ്പോഴത്തേന് അതൊരു വെള്ള പതയാവും. അത് വേസ്റ്റ് എല്ലാം കൂടെ ആകുമ്പോൾ ഇവിടെ അതിന്റെ പ്യുവർ വേർഷൻ നമുക്ക് കാണാം. ഇതൊക്കെയാണ് ശരിക്കും യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന യമുന നദിയാട്ടോ. ഏകദേശം നമ്മൾ ഹിമാചൽ ബോർഡറിലല്ലേ ഇപ്പോൾ ഉള്ളത്. ഈ കാണുന്ന മലനിരകൾ അത് ഡെറാഡൂൺ ആണ്, ഇത് ഉത്തരാഖണ്ഡും. ഈ കാണുന്ന മലനിര അത് ഹിമാചൽ. അത് തന്നെ, ഈ സൈഡ് ഹിമാചലാട്ടോ. ഹിമാചലിന്റെ ബോർഡർ ഭാഗമാണ്. യമുനേന്റെ ഭാഗമാണ് പല ഭാഗത്തും ബോർഡർ ആയിട്ട് വരുന്നത്. ഉത്തരാഖണ്ഡ് ഹിമാചൽ ബോർഡർ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് വിടാം. നമുക്ക് അങ്ങോട്ട് പോകാം.
അങ്ങോട്ട് പിന്നെ മലകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജോൻസാരി മലകൾ സ്റ്റാർട്ട് ചെയ്യാം. മഞ്ഞ് വീഴുന്ന മലകൾ. കാൽസി എന്ന് പറയുന്ന സ്ഥലമാണ് കാൽസി. അപ്പോൾ ഇവിടുത്തെ ചെറിയൊരു ടൗൺ കേട്ടോ. ഇവിടെ നമ്മളത് അങ്ങോട്ട് കണ്ടോൺമെന്റ് ഏരിയ ആണ്. ഫോറിനേഴ്സ് അലൗഡ് അല്ല, ആർമി ഏരിയ ആണ്. അവിടെ വരെ മാത്രം നമുക്ക് ഫോറിനേഴ്സിന് വരാൻ പറ്റുള്ളൂ. ഓക്കെ, മുകളിലോട്ട് പറ്റില്ല, ഫോറിനേഴ്സിനെ വിടത്തില്ല. ഇവിടുത്തെ നമ്മൾ ഉള്ളിലേക്ക് കയറി കേട്ടോ, ചെറിയ വഴി. അപ്പൊ നമ്മൾ ഈ കാൽസി എന്ന് പറയുന്ന ഈ ഒരു വില്ലേജില് ഒരു സംഭവം ഉണ്ട്. നമ്മുടെ അശോക ചക്രവർത്തി കല്ലില് സ്വന്തം മൗര്യ സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായിരുന്ന അശോക ചക്രവർത്തിയുടെ ശിലാഫലകങ്ങള് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ നോർത്തില് ഉത്തരേന്ത്യയില് ആകെ ഉള്ളത് ഈ ഡെറാഡൂണില് കാൽസിയിലാണ്. അപ്പൊ നമ്മൾ അത് കാണാനായിട്ടാണ് പോകുന്നത്. അശോക ചക്രവർത്തിയുടെ ശിലാഫലകങ്ങൾ എന്ന് വെച്ചാൽ സ്വന്തം കൈപ്പടയില് എഴുതി വെച്ചിരിക്കുന്ന കല്ലിൽ കൊത്തിയ ശാസനകൾ അശോക ചക്രവർത്തിയുടെ ശാസനം. അത് ഏത് ഭാഷയാണെന്ന് ഓർമ്മയുണ്ടോ? അത് പാലി ഭാഷയിലാണ്. അങ്ങനെ എന്തോ ഭാഷയാണ്, അങ്ങനെ ഒരു ഭാഷയാണ്. അത് മൗര്യ സാമ്രാജ്യ കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭാഷയാണ്. എന്ന് വെച്ചാൽ 450 BC ആണ്. അപ്പൊ അത് കാണാനാട്ടോ നമ്മൾ പോകുന്നത്. മേലെ നിന്ന് താഴേക്ക് കുറച്ച് ഇറങ്ങി വരുമ്പോൾ ഇവിടെ ഇതിനകത്ത് ഇവിടെ ചെറിയൊരു ബിൽഡിംഗ് പോലെ ഇവർ പണിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് കാണാം ആ ഒരു കല്ല്, ആ ഒരു പാലി എന്നല്ലേ പറഞ്ഞേ, പാലി എന്ന് പറയുന്ന ആ ഒരു ഭാഷയിൽ പണ്ട് അശോക ചക്രവർത്തി എഴുതി വെച്ചിരിക്കുന്ന ഈ ഒരു കല്ലിൽ ഇത് മൊത്തം കൊത്തി വെച്ചേക്കുന്നത് കാണാം, കൊത്തി എഴുതി വെച്ചേക്കുന്നത്. അത് കറക്റ്റായിട്ട് ഞാൻ ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. അതിപ്പോൾ നമുക്ക് വായിക്കാനൊന്നും പറ്റത്തില്ല, അത് വേറെ ഭാഷയാണ്. അപ്പോൾ ഇത് ഉത്തരാഖണ്ഡിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ അവർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിലൊക്കെ കീഴിലുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടോ സംഭവങ്ങളൊക്കെ, ഇതൊക്കെ നമ്മൾ പണ്ട് സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ നിങ്ങൾ ഉത്തരാഖണ്ഡൊക്കെ വിസിറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കാണാൻ പറ്റിയൊരു സംഭവമാണ്. ഇതിനെപ്പറ്റിയുള്ള പഠനങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതിവിടെ വന്ന് കാണാം കേട്ടോ. നമ്മൾ ഉത്തരാഖണ്ഡിൽ പല ഭാഗത്തും പോയിട്ടുണ്ട് മുന്നേ ഒക്കെ. അന്നൊന്നും നമ്മൾ ഇവിടെ ഇങ്ങനെ സംഭവം ഈ വഴി പോയിട്ടുണ്ടെങ്കിലും ഇത് കയറി കണ്ടിട്ടില്ല. അപ്പോൾ മനുഷ്യട്ടൻ പറഞ്ഞു നമുക്ക് ഇന്ന് പോകുന്ന വഴിക്ക് ഇതൊന്ന് കയറി കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ സംഭവം ഒന്ന് കാണിച്ചു കേട്ടോ. ശരിക്കും പിന്നെ നമ്മൾ ശരിക്കും ഈ ഒരു ഫലകം കാണുമെന്ന് പറഞ്ഞാൽ, അതായത് ക്രിസ്തു വർഷത്തിന് മുന്നേ BC-യിലുള്ള ആ അശോക ചക്രവർത്തിയുടെ ആ ഒരു ലിഖിതങ്ങൾ, അതേ ഒരു കല്ല് നമ്മൾ നേരിട്ട് വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു ഭാഗ്യം തന്നെയല്ലേ. ശരിക്കും ഡെറാഡൂണൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർ, ടൂറിസ്റ്റുകളൊക്കെ വന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണിത്. നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുമോ എന്നുള്ള സൗകര്യം ഉണ്ടെന്ന് അറിയില്ല. അവിടെ മലയാളം അവിടെ ഞാൻ പോയി കഴിഞ്ഞപ്പം അവിടെ മാർക്കറ്റിലെ മാർക്കറ്റിൽ നിന്ന് ലെഫ്റ്റ് എടുക്കുക. മനീഷ. അപ്പൊ എന്റെ പേര് മനീഷ്. അപ്പൊ മനീഷയെ കണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ നാട്ടില് ഇടുക്കിയിലാണ് അല്ലെ. ഇവിടെ അമ്മയുടെ വീടാണ്. ഓക്കെ. അപ്പൊ അമ്മ ഇവിടെ ഉത്തരാഖണ്ഡുകാരിയാണ്. ഇവിടെ വികാസ് നഗരത്തിനാണ് അമ്മയുടെ അനിയത്തേക്കാണ് പോകുന്നത്. ഏഴ് കേരളത്തിൽ നിന്ന് ഇപ്പം കറങ്ങാൻ എവിടെ നാട്ടിലെവിടെ ഇവിടെ വന്ന് വീടും സ്ഥലവും എല്ലാം ഇവരുടെ മുകളില്. പക്ഷെ ഇവർ താമസിക്കാനായിട്ട് പിള്ളേരെ പഠിപ്പിക്കാൻ അങ്ങനെയൊക്കെ ആയിട്ട് ഇവർ താഴെ വന്ന് താമസിക്കുന്നു. ഇതെല്ലാം ജോൺസാരി സെറ്റിൽമെന്റ്. ഇതെല്ലാം ജോൺസാരി സെറ്റിൽമെന്റ്, ഇതെല്ലാം വീടുകൾ. അപ്പൊ കണ്ടതിൽ വളരെ സന്തോഷം. മനീഷ എന്നല്ല പേര്. അപ്പോ ഇനി നമുക്ക് കേരളത്തിൽ വെച്ച് കാണാം. അടിമാലിയിൽ നമുക്ക് മൂന്നാർ വെച്ച് കാണാം. ഓക്കെ. അപ്പൊ നാട്ടിലേക്ക് വരണം. അപ്പൊ എന്തായാലും ഇങ്ങനെ ഈ ഒരു വില്ലേജിൽ വന്നിട്ട് ഒരു മലയാളിനെ കിട്ടും. തീനൊക്കെ പോയി പിന്നെ കറക്റ്റ് അറിയാം. പുള്ളിച്ചേട്ടനല്ലേ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ചാനലൊക്കെ കാണിച്ചു കൊടുത്തതാണ്. കണ്ടതിൽ സന്തോഷം. അതുപോലെ നമ്മുടെ മനീഷ് ചേട്ടൻ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അറിയാവുന്നവർക്ക് അറിയാം. ഇതേ ട്രാവലാഡോ എന്ന് പറഞ്ഞിട്ട്, ട്രാവലാഡോ ബൈ മനീഷ് എന്നാണ് മനീഷ് ചേട്ടൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. കുറേ ഉത്തരാഖണ്ഡിലെ വീഡിയോസ് കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർക്ക് അതിൽ കയറി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇതേ മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ റോഡ് സൈഡിൽ ഒരു ചുരത്തിൽ നമ്മൾ നിർത്തിയാണ്. ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കണ്ടപ്പോൾ ഇതേ താഴോട്ട് നമുക്ക് ആ ഒരു പല ജോൺസാരി ഗ്രാമങ്ങളും അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ആ ഒരു നദിയും അതേപോലെ നദിക്ക് അപ്പുറത്തോടുള്ള ഒരു ലാൻഡ് സ്ലൈഡ് ഏരിയ കാണാം. അതിൽ റോഡ് കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് നിർത്തിയാണ്. നമുക്കിനി ഈ മല ഇറങ്ങി ഇതിലേക്ക് കയറിയിട്ട് വേറെ ഏതോ മലയൊക്കെ കയറിയിട്ടാണ് മുസൂരിക്ക് പോകുന്നത്. ആ ഭാഗത്ത് എവിടെയാണ് മുസൂരി വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഒരു ഔട്ടിങ് ഇന്ന് എല്ലാവരോടും ഒരുമിച്ച് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ദിവസം ഒരു പകരൊന്ന് കറങ്ങാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ ചെറിയൊരു ചായക്കട കയറി. മാഗി വേണ്ട, എനിക്ക് വേണ്ട, മനുഷ്യനെ വെച്ച് ഞങ്ങൾ കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിക്കാൻ കയറി കേട്ടോ. ഇവിടെ ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കി പോകാം. ഇതിലെ മുസൂരിക്ക് പോകാൻ പറ്റൂലേ? ട്രാഫിക് ഇല്ലാണ്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് മസൂരിക്ക് പോകാം. കറങ്ങി പോകുന്നത് നമ്മൾ ഇതിലേക്ക് കയറിയിട്ട് മെയിൻ വഴി ഇറങ്ങാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിക്ക് ജൂഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡാമാണ്. പണിത് കഴിഞ്ഞാണ്. ഇവിടെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ അത്യാവശ്യം വലിയൊരു ഡാമാട്ടെ കാണുന്നത്.
അപ്പോൾ ഈ കാണുന്നതാണ് ലെക്വാഡ് എന്ന് പറയുന്ന ഒരു വില്ലേജാണ്. അപ്പോൾ ഈ റോഡ് ദേ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വില്ലേജിലെ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് കാണാം. നമ്മൾ ഉത്തരാഖണ്ഡ് എന്ന് പറയുന്നത് 3 റേഞ്ചാണ്. അത് ഗഡ്വാൽ, കുമൗ, ജോൺസാരി എന്നാണ്. അപ്പോൾ ജോൺസാരി എന്ന് പറയുന്ന ടീംസ് അവരുടെ ആ ഒരു ഏരിയയിലുള്ള ഒരു വില്ലേജാണ്. അതിൽ ലെക്വാഡ് എന്ന് പറയുന്ന ഗ്രാമം. ഈ ഗ്രാമത്തിൽ വന്നത് റോഡ് എൻഡ് ചെയ്യാണ്. ഇവിടുത്തെ ഗ്രാമത്തിന്റെ മെയിൻ തലവൻ. ഇതിന്റെ അകത്ത് കയറണമെങ്കിലോ പുള്ളിയുടെ പെർമിഷൻ മതി. ഓക്കെ. അപ്പോൾ പുള്ളി പറഞ്ഞു ആര് ചോദിച്ചാലും എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഞാനാണ് ഈ ഗ്രാമത്തിന്റെ മുഖ്യ. ഓക്കെ. അപ്പോൾ ആ ഇരിക്കുന്നതാണ് ഈ ഗ്രാമത്തിന്റെ തലവൻ കേട്ടോ. പുള്ളിക്കാരനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്കാരന്റെ പെർമിഷൻ ഉണ്ട് നമുക്ക് ഗ്രാമത്തിന്റെ അകത്തോട്ട് കയറാൻ. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഇതുപോലുള്ള ഇന്റീരിയർ വില്ലേജിലൊക്കെ വന്നിട്ട് മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഇതിപ്പോ ഈ ഒരു വില്ലേജിനായിട്ടുള്ള ഒരു ആംബുലൻസാ. കാരണം ഇവിടുന്ന് ആശുപത്രി പോകേണ്ട ഒരു കേസ് വന്നാൽ ഒത്തിരി ദൂരം പോകണം. ഇവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ വരണമെങ്കിൽ 3 മണിക്കൂർ പോകണം. അപ്പൊ ഇതോടെ അത്യാവശ്യത്തിന് ഈ വില്ലേജിലേക്കുള്ള ഇതൊക്കെ ഈ വില്ലേജിലുള്ളവർ വാങ്ങിച്ചു വെച്ചേക്കുന്നതാണ്, അത് ഗവൺമെന്റ് കൊടുത്തേക്കുന്നതായിരിക്കും. വില്ലേജിലാണ് കാരണം ഇതുപോലെ അതുകൊണ്ട് ഏതെങ്കിലും NGOs ഒക്കെ കൊടുത്തേക്കുന്നതായിരിക്കും. 2-3 മണിക്കൂറൊക്കെ മെയിൻ ടൗണിൽ നിന്ന് യാത്ര ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ വില്ലേജുകൾ വരാൻ. അപ്പോൾ ഈ ജോൺസാരീസ് എന്ന് പറയുന്ന ഈ ഒരു ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ദേവതേന അവരുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന വില്ലേജാണ് ഇത്. അപ്പോൾ ആ ക്ഷേത്രമാണ് ഇത് ആ കാണുന്നത്. നവരാത്രി കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ എന്തൊക്കെയോ ഫംഗ്ഷൻസുകളുണ്ട്. ഇവരുടെ ഇവിടുത്തെ ഒരു ഉത്സവം, നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾ നടത്തത്തില്ലേ, ഒരു ഉത്സവങ്ങളുണ്ട്. അപ്പൊ അന്നേരം കബഡി കളി അങ്ങനെ പല പല ഇവരുടെ കളികളൊക്കെ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടിയൊക്കെയുള്ള തയ്യാറെടുപ്പ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു. ഇനി അടുത്ത ആഴ്ചയിൽ ദസറ ആവുകയാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ വില്ലേജിന്റെ അകത്തോട്ട് ഒന്ന് ഇറങ്ങിയാണ്. ഇവിടെ നമ്മൾ പഴയ വീടുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന വീടുകൾ കണ്ടില്ലേ, പഴയ ഇവിടുത്തെ തടി കൊണ്ട് ഉണ്ടാക്കിയ ട്രഡീഷണൽ രീതിയിലുള്ള വീടുകളാണ്. ഇവിടെ ഒരു 1-2 അധികം വീടുകളൊന്നുമില്ല. അതുപോലെ ഇവിടെ വീടിൻ്റെ മുമ്പിലൊക്കെ കൂണ് ഇതേപോലെ ഉണക്കാനിട്ടേക്കുന്ന കാണാം. അതിങ്ങനെ ഒത്തിരി സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ കണ്ട 2 പഴയ വീടുകളിലൂടെ നമ്മളൊന്ന് കേൾക്കണം കേട്ടോ. കിളിവാതിലൂടെ ഒക്കെ അവിടെ ഒരു അമ്മച്ചി നോക്കുന്നുണ്ടോ കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജോൺസാരിയിൽ ലെക്വാഡ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജാണ്. ലെക്വാഡ് വില്ലേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോൺസാരി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഉത്തരാഖണ്ഡിൽ പല തരത്തിലുള്ള ട്രൈബൽസ് ഉണ്ട്. അതിൽ ഗഡ്വാളീസ് ഉണ്ട്, ജോൺസാരീസ് ഉണ്ട്. ജോൺസാരീസ് ഏകദേശം ഇവരുടെ ഈ ഒരു ഹിമാചൽ സൈഡിൽ വരുന്ന ആൾക്കാരാണ് ജോൺസാരി ട്രൈബൽസ്. ജോൺസാരീസിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. ഈ പഞ്ചപാണ്ഡവന്മാരൊക്കെ ഇവിടെ പാർത്തിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ പല ഗുഹകളും ഒക്കെ ഇവിടെയുണ്ട്. കൂടാണ്ട് പഞ്ചപാണ്ഡവന്മാരുടെ ആ ഒരു കൾച്ചർ ഇപ്പോഴും ഫോളോസ് ചെയ്യുന്ന ഒരു ട്രൈബൽസാണ് ഈ ജോൺസാരീസ് എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ഹസ്ബൻഡ്സ്, അതായത് ഒന്നിലധികം ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് ഇവിടെയുണ്ട്. 5ഓളം ഭർത്താക്കന്മാർ വരെ ഈ ഒരു സ്ത്രീക്ക് കല്യാണം കഴിക്കാനായിട്ട് പറ്റും. അപ്പം ആ ഒരു കൾച്ചർ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ജോൺസാരി വില്ലേജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജോൺസാരി വില്ലേജിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അവർ തന്നെ കൂടുതലും ആരാധിക്കുന്നത് മഹാസ് എന്ന് പറഞ്ഞിട്ടൊരു ദേവതയാണ്. അപ്പം അവരുടെ ഒരു അമ്പലമാണ് എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണുന്നത്. ഏകദേശം 70ഓളം വീടുകളുണ്ട് ഈ ഒരു വില്ലേജിൽ. അതിൽ പകുതിയോളം ആൾക്കാരെ ഇപ്പോൾ ഇവിടുന്ന് പലായനം ചെയ്ത് പല പല പട്ടണങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമ്മൾ താഴെ ഒരു അപ്പച്ചനെ കണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകന് നമ്മുടെ ചെന്നൈയിൽ അവിടെ SBIയിൽ വർക്ക് ചെയ്യുന്നു. പലരും ഇവിടുന്ന് സർക്കാർ ഉദ്യോഗസ്ഥരും അല്ലാണ്ട് പ്രൈവറ്റ് ജോലിയൊക്കെ തേടി ഇവിടുന്ന് മറ്റുള്ള പട്ടണങ്ങളിലേക്ക് പോയതുകൊണ്ട് നമ്മളിപ്പം ഈ ഒരു ഈ ഒരു ഗ്രാമത്തിലൂടെ നടന്നു വന്നപ്പോഴത്തേക്കിന് ഏകദേശം പകുതിയോളം വീടുകളും അടഞ്ഞു കിടക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ ബാക്കിയൊക്കെ ഉള്ള ആൾക്കാർ ഇവർ വളരെ എൻജോയ് ചെയ്ത് വളരെ ഒരു യൂണിറ്റിയിൽ ആണ് ഈ ഒരു വില്ലേജിൽ ജീവിക്കുന്നതെന്നുള്ളതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള ഒരു അറിവെന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ നവരാത്രിയുടെയും ദസറയുടെയൊക്കെ ഈ ഒരു ആഘോഷങ്ങൾ തുടങ്ങാനായിട്ട് പോവുകയാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ പെയിൻറ്റിങ്ങും ഇവിടെ വൃത്തിയാക്കലൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ നവരാത്രി ദസറ ആ ഒരു സീസണിൽ ഇവിടെ പല കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ ഉണ്ട്. ഈ വില്ലേജിലുള്ളവരും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് കൂടാണ്ട് കൂടുതലും ടൂറിസ്റ്റുകൾ, വില്ലേജ് ടൂറിസം ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ധാരാളം ടൂറിസ്റ്റുകൾ വരാറുണ്ടെന്നാണ് പറഞ്ഞ് ഇവരുടെ ഒരു കൾച്ചർ കാണാനും ഇവരുടെ ഒരു ഹോം സ്റ്റേയിലൊക്കെ ജീവിച്ച് അല്ലെങ്കിൽ വർക്ക് ഫ്രം മൗണ്ടൻസ് ഒക്കെ ചെയ്യാനൊക്കെ ആൾക്കാർ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് മനീഷേട്ടന് ലീവ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു ദിവസത്തെ ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയാണ്. അതായത് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടില്ലേ, അതായത് ഇവിടെ ഒരു സ്ത്രീക്ക് 5 ആണുങ്ങളെ വരെ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു ട്രൈബ്സാണ് ഇവിടെ ഉള്ളവർ. എന്ന് കരുതി ഇപ്പോൾ എല്ലാവരും അങ്ങനെ കഴിച്ചോണമെന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഇന്ന് ഒരു ദിവസം ഒരു ട്രിപ്പായിട്ട് ഇറങ്ങിയാണ് കുറേ നാളുകൾക്ക് ശേഷം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഡെറാഡൂൺ തന്നെ ഉണ്ടാവും. അതുപോലെ കേദാർഖണ്ഡൊക്കെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ വന്ന് കാണാൻ മനുഷ്യട്ടൻ വേണം ഹെൽപ്പ് ചെയ്യും. പാക്കേജ് മനുഷ്യട്ടനെ അതെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെ നിങ്ങളെ ഇവിടെ ഈ ഒരു പാക്കേജിലൊക്കെ വരുമ്പോൾ തന്നെ കേദാർഖണ്ഡ് ട്രക്കിങ്ങിനൊക്കെ വരുമ്പോൾ 1 ഡേ ഔട്ട് സീൻസ് ഒക്കെ കാണണം. ഇതുപോലെ വില്ലേജിൽ പോയി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ടാൽ മതി, ബിബിനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി.
അതിനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതിനുള്ള എല്ലാ ഹെൽപ്പും നമുക്ക് ചെയ്തു കൊടുക്കാം. എല്ലാ വില്ലേജിലും ഏകദേശം ഞാനിപ്പം ഒരു 200ഓളം വില്ലേജ് ഇവിടെ പോയിട്ടുണ്ട്. ഇവിടെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും കൂടുതൽ വില്ലേജ് ഇറങ്ങിയ ഒരാളാണ് മനീഷ് ചേട്ടൻ. മനീഷ് ചേട്ടന്റെ ചാനലിൽ തന്നെ ഒരുപാട് വില്ലേജിന്റെ വീഡിയോസ് ഉണ്ട്. ഏകദേശം ഒരു 200ഓളം വില്ലേജ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഓരോ കോൺടാക്ട്സ് ഉണ്ട്. ഇവരൊക്കെ ടൂറിസത്തെ വില്ലേജ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ വരുമ്പോൾ നമ്മൾ വേണ്ടുന്ന ഹെൽപ്പുകൾ നമ്മൾ ചെയ്തു തരാം. ഇവിടെ പിന്നെ ഏത് വില്ലേജ് പോയാലും അവിടെ നിന്നുള്ള കാഴ്ചകൾ വേറെ വേറെ ആയിരിക്കും, വേറെ വേറെ ബ്യൂട്ടി ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒരു സ്റ്റേ കൂടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ നമുക്ക് സ്റ്റേ എല്ലാ വില്ലേജിലും ഹോം സ്റ്റേ ഉണ്ട്. നമുക്ക് സ്റ്റേ ആണ് 500 രൂപ ഒരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടും. അതുപോലെ ഫുഡ് കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും പറ്റും. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളതുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടൈമിൽ പറഞ്ഞാൽ മതി, നമുക്ക് മനുഷ്യമായിട്ട് നമുക്ക് സെറ്റാക്കി തരാം കേട്ടോ. ഈവൻ ചില വില്ലേജിലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് സ്റ്റേ വരും, ഫ്രീ ആയിട്ട് ഫുഡ് വരും. ഇപ്പം തന്നെ ഞാൻ താഴെ വന്നപ്പോഴത്തേക്കിന് എന്നോട് ചോദിച്ചു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം, ഭക്ഷണം കഴിച്ചിട്ട് പോകാന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആദ്യം ചായ കുടിക്കാൻ കയറുക, പിന്നെ നൈസായിട്ട് ഇന്ന് ഇരുട്ടായില്ലേ, ഇനിയിപ്പോ നാളെ രാവിലെ പോകാന്ന് പറയാ. ചെയ്യാൻ പറ്റും. നല്ല ആൾക്കാരൊന്നും പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ മാക്ക് കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ വീഡിയോയിലൊക്കെ വരുന്നത്. മാക്ക് ദുബായിലായിരുന്നു കുറച്ച് നാൾ കേട്ടോ. അപ്പോൾ മാക്കിൻ്റെ പരിപാടികളൊക്കെ ഒരുപാട് പേര് ഇനിയിപ്പോൾ ചോദിക്കും എന്താ പരിപാടി, ഒരുമിച്ച് ട്രിപ്പ് ഉണ്ടോ എന്നൊക്കെ. മാക്ക് ഒറ്റയ്ക്ക് വലിയ വലിയ ഇന്റർനാഷണൽ അതൊന്നല്ല. ഞാനിവിടെ ദെഹ്റാദൂണിൽ ഇപ്പോൾ നമ്മുടെ കേദാർഖണ്ഡ് ട്രക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉണ്ടാവും.